ഓണം പ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട അധ്യാപകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മലയാളിയുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെ പൊൻപുലരി സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓണക്കാലം വന്നെത്തി. ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം വരെ നീളുന്നതാണ് ഓണാഘോഷം. സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് മലയാളികൾക്ക് ഓണം. കേരളത്തിൻ്റെ ദേശീയ ഉത്സവം കൂടിയാണ് ഓണം. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒത്തൊരുമിപ്പിക്കുന്ന ഉത്സവമാണ് ഓണം എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഓണത്തിനെ കൊയ്ത്തുത്സവം എന്ന് വിളിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓണം വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ്. പണ്ട് പത്തായങ്ങളിൽ നെല്ല് നിറയുന്നത് ഓണത്തിനാണ്. അതുകൊണ്ടാണ് ഓണത്തിനെ കേരളത്തിൻ്റെ കൊയ്ത്തുത്സവം എന്ന് വിശേഷിപ്പിക്കുന്നത്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സുവർണ കാലഘട്ടത്തെയാണ്. കളവും ചതിയും ഇല്ലാതിരുന്ന മഹാബലിയുടെ ഭരണകാലമായിരുന്നു പണ്ടത്തേത്. ഇതൊക്കെ കണ്ട് അസൂയ തോന്നിയ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായത്തോടെ വാമന വേഷം പൂണ്ട് മഹാബലിയോട് 3 അടി മണ്ണ് ദാനമായി ചോദിക്കുകയും ചെയ്തു. മഹാബലി ഇതൊന്നും അറിയാതെ അനുവാദം കൊടുത്തു. പിന്നീട് വാമനൻ ആകാശമുട്ടെ വളർന്നു. 2 കാൽപാദം കൊണ്ട് തന്നെ വാമനൻ സ്വർഗവും ഭൂമിയും അളന്നെടുത്തു. 3ാമത്തെ കാൽപാദം എവിടെ വയ്ക്കുമെന്ന് മഹാബലിയോട് ചോദിച്ചപ്പോൾ തൻ്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ മഹാബലി അനുവാദം നൽകി. അങ്ങനെ വാമനൻ മഹാബലിയെ ചവിട്ടി താഴ്ത്തി എന്ന് പറയപ്പെടുന്നു. ആണ്ടിലൊരിക്കൽ മഹാബലിക്ക് തൻ്റെ പ്രജകളെ കാണുവാൻ മഹാബലിയുടെ ആവശ്യപ്രകാരം അനുവാദം നൽകി. തിരുവോണം നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ സന്ദർശിക്കാൻ വരും എന്നതാണ് ഐതിഹ്യം. ഓണത്തിന് ഓരോ ദിനവും മുറ്റത്ത് പൂക്കളമൊരുക്കുന്നു. 1ാമത്തെ ദിനം ഒരിനം പൂവും കൊണ്ടും 2ാം ദിനം 2 ഇനം പൂവും കൊണ്ടും അങ്ങനെ പൂക്കളത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു. ഉത്രാടം നാളിൽ കഴിയുന്നതും വലിപ്പത്തിൽ പൂക്കളമൊരുക്കുന്നു. അതുകൂടാതെ തന്നെ തിരുവോണം നാളിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കും. സദ്യയ്ക്ക് കാളനും ഓലനും സാമ്പാറും എരിശ്ശേരിയും അവിയലും കായ വറുത്തതും ശർക്കര വരട്ടിയും പഴവും പായസവും എല്ലാം തന്നെ ഉണ്ടാകും. കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ ചൊല്ല്. ഓണത്തിനായി എല്ലാവരും പുതിയ വസ്ത്രങ്ങൾ മേടിക്കുകയും ചെയ്യും. അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഓണം മനോഹരമാക്കാൻ ഓരോരുത്തരും ശ്രമിക്കും. മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ ഓണമുണ്ട്. കഴിയുന്ന രീതിയിൽ എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഓണത്തിൻ്റെ ഭാഗമായി ഉത്രാടം നാളിൽ ആറന്മുള വള്ളംകളിയും മറ്റും നടത്തുന്നുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരമാണ് വള്ളംകളി. ഏകദേശം 30 അടിയോളം നീളമുള്ള വള്ളങ്ങളിൽ 100ഓളം തുഴക്കാരും 25ഓളം പാട്ടുകാരും 4 അമരക്കാരും ഉണ്ടാകും. കാഴ്ചക്കാരുടെ പ്രോത്സാഹനം വേറെയും. ഓണം എന്നത് ഒരു സന്തോഷത്തിൻ്റെ ഉത്സവമാണ്. ആധുനിക കാലഘട്ടത്തിൽ ഓണം വെറുമൊരു ആഘോഷമായി മാത്രം മാറുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. മാവേലി നാടുവാണപ്പോൾ ഉണ്ടായിരുന്ന ആ സത്യസന്ധതയും പരസ്പര സ്നേഹവും തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. സ്നേഹിച്ചും മറ്റുള്ളവരെ ബഹുമാനിച്ചും ജീവിക്കുന്നതാണ് ഉത്തമം. പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും മുന്നേറാൻ ഈ ഓണക്കാലം പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. നന്ദി.